So today we are going to discuss about basal ganglia and their functions. Basal ganglia എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രെയിനിൻ്റെ പാർട്ടായിട്ടുള്ള ഫോർ ബ്രെയിനിൻ്റെ റീജിയണിലാണ് നമ്മൾക്ക് ഈ ഒരു ബേസൽ ഗാംഗ്ലിയ വരുന്നതെന്ന് അറിയാം. അതായത് ഫോർ ബ്രെയിൻ എന്ന് പറയുന്ന പ്രോസെൻസെഫലോൺ, ഫോർ ബ്രെയിനിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം ടീലെൻസെഫലോൺ ആൻഡ് ഡയൻസെഫലോൺ. ടീലെൻസെഫലോണിൽ വരുന്ന ഭാഗങ്ങളാണ് സെറിബ്രൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ ആൻഡ് ലിംബിക് സിസ്റ്റം. Basal ganglia are the scattered masses of grey matter submerged in subcortical substance of cerebral hemisphere and is concerned with motor activities. The components of basal ganglia are first one corpus striatum, second one substantia nigra and third one subthalamic nucleus of Lias. Coming to the functions of basal ganglia is concerned with the integration and regulation of motor activities. എല്ലാ മോട്ടോർ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയയാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് കൺട്രോൾ ഓഫ് മസിൽ ടോൺ. ബേസൽ ഗാംഗ്ലിയ കൺട്രോൾ ദി മസിൽ ടോൺ. ഡ്യൂറിംഗ് ദി ലിഷൻ ഓഫ് ബേസൽ ഗാംഗ്ലിയ മസിൽ ടോൺ ഇൻക്രീസസ് ലീഡിംഗ് ടു റിജിഡിറ്റി. Second one is control of motor activity. Regulation of voluntary movements. Movements during voluntary motor activity are initiated by cerebral cortex. However, these movements are controlled by basal ganglia, which are in close association with the cerebral cortex. സെറിബ്രൽ കോർട്ടെക്സിൻ്റെ ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് വോളണ്ടറി മൂവ്മെൻറ്റ്സും ആക്ടിവിറ്റീസും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ കോർട്ടെക്സ്, ഇനീഷ്യേറ്റ് ചെയ്യുന്നത് സെറിബ്രൽ കോർട്ടെക്സിൽ നിന്നാണ്. സെൻസറി സിസ്റ്റത്തിൽ നിന്ന് റിസീവ് ചെയ്ത സിഗ്നൽസിന് പ്രകാരം വോളണ്ടറി മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ കോർട്ടെക്സ് ആണ്. എന്നാൽ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ കോർട്ടെക്സുമായി ക്ലോസ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബേസൽ ഗാംഗ്ലിയയാണ്. During lesions of basal ganglia, the control mechanism is lost and so the movements become inaccurate and awkward. അപ്പോൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയയാണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ ഇസ് റെഗുലേഷൻ ഓഫ് കോൺഷ്യസ് മൂവ്മെൻറ്റ്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് സബ് കോൺഷ്യസ് മൂവ്മെൻറ്റ്സ്. കോൺഷ്യസ് മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയയാണ്. ഫൈബേഴ്സ് ബിറ്റ്വീൻ സെറിബ്രൽ കോർട്ടെക്സ് ആൻഡ് കോഡേറ്റ് ന്യൂക്ലിയസ് ആർ കൺസേൺഡ് വിത്ത് റെഗുലേഷൻ ഓഫ് കോൺഷ്യസ് മൂവ്മെൻറ്റ്സ്. This function of basal ganglia is also known as cognitive control of activity. Cognitive control നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് when a stray dog barks at a man, immediately the person understands the situation, turns away and starts running. ഇതൊരു കോൺഷ്യസ് മൂവ്മെൻറ്റിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി റെഗുലേഷൻ ഓഫ് സബ് കോൺഷ്യസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പല സബ് കോൺഷ്യസ് മൂവ്മെൻറ്റ്സ്, അതായത് ട്രെയിൻഡ് മോട്ടോർ ആക്ടിവിറ്റീസ്, എക്സാമ്പിൾ സ്കിൽഡ് ആക്ടിവിറ്റീസ് സച്ച് ആസ് റൈറ്റിംഗ് ദ ലേൺഡ് ആൽഫബറ്റ്, പേപ്പർ കട്ടിംഗ്, അതായത് നമ്മൾ ലേൺ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി, ഒരു ആൽഫബറ്റ് നമ്മൾ ലേൺ ചെയ്തിട്ട് അത് നമ്മൾ റൈറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ലേൺഡ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സബ് കോൺഷ്യസ് മൂവ്മെൻറ്റും കൺട്രോൾ ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയയാണ്. Cortical fibers reaching putamen are directly concerned with the regulation of some subconscious movements which takes place during trained motor activities. So, conscious movements അതുപോലെ തന്നെ subconscious movements basal ganglia control ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്ക് കോഗ്നിറ്റീവ് കൺട്രോൾ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയാം. ബേസൽ ഗാംഗ്ലിയ അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് മോട്ടോർ ആക്ടിവിറ്റിയും കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നുണ്ട്. Next function is control of reflex muscular activity. Some reflex muscular activities, particularly visual and labyrinthine reflexes, are important in maintaining the posture. Basal ganglia are responsible for the coordination and integration of impulses for these reflex activities. അതായത് വിഷ്വൽ ആൻഡ് ലാബ്രിന്തൈൻ റിഫ്ലക്സസ്, അതായത് പോസ്ചറിന് ആവശ്യമായിട്ടുള്ള നമുക്ക് ഈ ഇമ്പൾസുകളെല്ലാം നമ്മളുടെ ഒരു ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള റിഫ്ലക്സുകളാണ്. ഈ റിഫ്ലക്സുകളിനെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയയാണ്. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് കൺട്രോൾ ഓഫ് ഓട്ടോമേറ്റഡ് അസോസിയേറ്റഡ് മൂവ്മെൻറ്റ്സ്. Automated associated movements are the movements in the body which takes place along with some motor activities. Example, നമ്മൾ നടക്കുമ്പോൾ നമ്മൾ കൈകൾ ചലിപ്പിക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതെല്ലാം ഓട്ടോമേറ്റഡ് അസോസിയേറ്റഡ് മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളാണ്.
ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയ എന്നാണ് പറയുന്നത്. ബേസൽ ഗാംഗ്ലിയ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഓട്ടോമേറ്റഡ് അസോസിയേറ്റഡ് മൂവ്മെന്റ്സ്. അതുകൊണ്ട് തന്നെ ലിഷൻ ഇൻ ബേസൽ ഗാംഗ്ലിയ കോസ് ആബ്സെൻസ് ഓഫ് ദീസ് ഓട്ടോമേറ്റഡ് അസോസിയേറ്റഡ് മൂവ്മെന്റ്സ് റിസൾട്ടിംഗ് ഇൻ പോവർട്ടി ഓഫ് മൂവ്മെന്റ്സ്. അതായത് ഫേസ് വിത്തൗട്ട് നമ്മൾ എക്സ്പ്രഷൻസ് ഇല്ലാത്ത ഫേസ് എന്ന് പറയുന്നത് മാസ്കിനെ പോലെ ഒരു ഫേസ് ആയിരിക്കും. ബോഡി വിത്തൗട്ട് അസോസിയേറ്റഡ് മൂവ്മെന്റ്സ് ഇസ് കോൾഡ് സ്റ്റാച്യു ലൈക്ക് ബോഡി. അപ്പോൾ ഇത്തരത്തിലുള്ള പോസ്ചറൽ മൂവ്മെന്റ്സ് എല്ലാം അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വന്നു പോകുന്ന നമ്മുടെ ബോഡി മൂവ്മെന്റ്സിനെല്ലാം അതിനെ കൺട്രോൾ ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയ തന്നെയാണ്. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് റോൾ ഇൻ എറൗസൽ മെക്കാനിസം. എറൗസൽ മെക്കാനിസത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതും നമ്മുടെ ബേസൽ ഗാംഗ്ലിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ലീഷൻസ് സംഭവിക്കുകയാണെങ്കിൽ ഡ്രൗസിനെസ്, സ്ലീപ്പ് ഇതെല്ലാത്തിനും കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് റോൾ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ ദ ഫംഗ്ഷൻ ഓഫ് ബേസൽ ഗാംഗ്ലിയ. നമ്മൾ പറഞ്ഞു ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത് മോട്ടോർ ആക്ടിവിറ്റീസിനെ എല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ബേസൽ ഗാംഗ്ലിയയുടെ ആക്ടിവിറ്റി. അതിന് തന്നെ കോഗ്നിറ്റീവ് ആക്ടിവിറ്റിയും വരുന്നുണ്ട്. ബേസൽ ഗാംഗ്ലിയയ്ക്ക് കോഗ്നിറ്റീവ് ആക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മോട്ടോർ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട് ബേസൽ ഗാംഗ്ലിയ. ഇതിനെ സഹായിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന കുറച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് നമ്മൾ പറയുന്നത് വിച്ച് ഹെൽപ്പ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ബേസൽ ഗാംഗ്ലിയ. അതാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഡോപ്പമിൻ ആണ്, സെക്കൻഡ് വൺ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്, തേർഡ് വൺ അസറ്റൈൽ കോളിൻ, ഫോർത്ത് വൺ സബ്സ്റ്റൻസ് പി, ആൻഡ് ഫിഫ്ത്ത് വൺ എൻകെഫാലിൻസ്, സിക്സ്ത് വൺ നോർ അഡ്രിനാലിൻ, ആൻഡ് സെവൻത്ത് വൺ ഗ്ലൂട്ടാമിക് ആസിഡ്. So this table shows the neurotransmitters involved in the functions of basal ganglia. First one is dopamine. Dopamine is released by fibers from substantia nigra to corpus striatum and their action is inhibition. Second one is gamma aminobutyric acid. They are released by intrinsic fibers of corpus striatum and substantia nigra. And the third one is acetylcholine. These are released by fibers from cerebral cortex to caudate nucleus and putamen. Fourth one is substance P. These are released by fibers from globus pallidus reaching substantia nigra. Enkephalins are released by fibers from globus pallidus reaching substantia nigra. Noradrenaline is released by fibers between basal ganglia and reticular formation. And glutamic acid is released by fibers from subthalamic nucleus to globus pallidus and substantia nigra. ഇത്രയും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ബേസൽ ഗാംഗ്ലിയയുടെ ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഡോപ്പമിൻ ആൻഡ് ഗാബ ആർ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഇൻഹിബിറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ആക്ഷൻ. All other neurotransmitters have excitatory function. Excitatory function എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസിനെ എക്സൈറ്റ് ചെയ്യുന്നു, ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുന്നു. ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ അതിനെ ആ പെർട്ടിക്കുലർ ആക്ടിവിറ്റീനെ സ്റ്റോപ്പ് ചെയ്യുന്നു.